ഹായ് നമസ്കാരം. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് ഓഫീസ് വീടിനടുത്ത് ജിമ്മില്ല, അപ്പോൾ പോയി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാർഡിയോ എക്സസൈസുകൾ പറഞ്ഞു തരാമോ എന്ന്. തീർച്ചയായിട്ടും കാർഡിയോ എക്സസൈസുകൾ ഒരുപാടുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കുറച്ച് കാർഡിയോ എക്സസൈസുകൾ കാണിച്ചു തന്നിരുന്നു. എല്ലാ കാർഡിയോ എക്സസൈസുകളും ഒരുമിച്ച് കാണിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കാണിച്ചു തന്നിട്ടും കാര്യമില്ല. നമ്മൾ ആ ബിഗിനേഴ്സിന് ഇത് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇന്ന് അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഒരു വീഡിയോ കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ്. വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാർഡിയോ എക്സസൈസുകൾ. ഇപ്പോൾ ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യമായിട്ട് വ്യായാമം ചെയ്യുന്നവരെ തീർച്ചയായിട്ടും ഒരുപാട് സമയം ചെയ്യാതിരിക്കുക. തുടക്ക ദിവസങ്ങളിൽ വളരെ കുറച്ച് മാത്രം വ്യായാമം ചെയ്യുക. പിന്നെ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം വ്യായാമം ചെയ്യാതിരിക്കുക. വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ച് തീർക്കണം. അതിനുശേഷം മാത്രമേ വ്യായാമം ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ വ്യായാമത്തിന് മുമ്പ് നമുക്ക് കുറച്ച് സ്ട്രെച്ചിങ് വർക്കൗട്ടുകൾ ചെയ്യാനുണ്ട്, നിർബന്ധമായിട്ടും ചെയ്യണം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ബിഗിനേഴ്സിനാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ ബ്രീത്ത് ചെയ്യുക. ഒരു 2-3 തവണ നന്നായിട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഹെഡ് സ്ലോലി 1 2 3 4 5 6 വളരെ സ്ലോ ആയിട്ട് ചെയ്യുക. ഇങ്ങനെ കറക്കരുത്. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ കഴുത്തിന് പെയിൻ വരാൻ സാധ്യത കൂടുതലാണ്. അതിനുശേഷം നമ്മുടെ ആംസ് ഒന്ന് ചെയ്യുക. 1 2 1 2. ഇനി അതുപോലെ തന്നെ നമ്മുടെ കൈ ഒന്ന് ബാക്കിലോട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. അതിനുശേഷം നമ്മുടെ ലെഗിൻ്റെ പത്തി 1 2 3 4 5 6 7 8 9 10. അടുത്ത ലെഗിൻ്റെ പത്തി 1 2 3 4 5 6 7 8 9 10. ശേഷം ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. അതിനുശേഷം ഒന്നുകൂടെ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഫസ്റ്റ് ടൈം ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ എങ്കിലും നമ്മൾ ശ്രമിക്കുക. അതിനുശേഷം പതുക്കെ അത് ചെയ്ത് കൊണ്ടുവരിക. ഇത് നമ്മൾ സ്ട്രെച്ചിങ് എന്ന് പറയുന്ന കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ഫിറ്റ്നസ്സിൽ. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും ചെയ്യണം. ചെയ്തതിന് ശേഷം മാത്രം അത് സ്റ്റാർട്ട് ചെയ്യുക എപ്പോഴും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് ഇതിന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ആരും ബ്രീത്ത് പിടിച്ചിട്ടല്ല നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് തന്നെ വാമപ്പിന് വേണ്ടിയിട്ട് ജമ്പിങ് ജാക്സ് എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ് ആദ്യം തന്നെ ചെയ്യുക. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് മുകളിലോട്ട് ചാടുമ്പോൾ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം. ബ്രീത്ത് പിടിച്ച് വെച്ചിട്ട് ചെയ്യരുത്. ഓക്കെ, നമ്മൾ നേരെ പൊസിഷനിൽ നിന്നതിന് ശേഷം 1 2 1 2. ഇതൊരു 30 എണ്ണം ചെയ്യണം. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇത് എക്സ്പെർട്ട് ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് സ്പീഡ് കിട്ടണം. 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇത് ഏത് ചെയ്യുമ്പോഴും നമുക്കൊരു 30 എണ്ണം ചെയ്യണം. എന്നാൽ മാത്രമേ ബോഡിയിലൊരു എഫക്റ്റ് വരുള്ളൂ, അത് ബോഡി എടുക്കുകയുള്ളൂ. നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യേണ്ടത് സിറ്റിംഗ് സ്ക്വാട്ടാണ്. ഇതും വളരെ സ്ലോയിൽ ചെയ്താൽ മതി. നമ്മൾ നേരെ നിൽക്കുക. നിന്നതിന് ശേഷം ജസ്റ്റ് നേരെ നിൽക്കുക. ഷോൾഡർ വൈഡിൽ കാല് വെക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ ഗ്ലൂട്ട് ഒന്ന് ജസ്റ്റ് ബാക്കിലോട്ട് നേരെ നിന്നിട്ട് ഗ്ലൂട്ട് ജസ്റ്റ് ബാക്കിലോട്ട് വെച്ചിട്ട് ഇരിക്കുക. 1 2 3 4 5 6 7 8 9 10. ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം.
ബ്രീത്ത് പിടിച്ചു വെച്ചിട്ട് ചെയ്യരുത്. ഇരിക്കുമ്പോൾ ശ്വാസം വലിക്കുക, ഇരുന്നിട്ട് എഴുന്നേക്കും ബ്രീത്ത് ഔട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കാം. 1 2 3 4 5. ഇതിപ്പോൾ 2 വർക്കൗട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചത് ജമ്പിങ് ജാക്സ് 1 2 3 6. അതിനുശേഷം സിറ്റിംഗ് സ്ക്വാട്ട് 1. ഇനി നമ്മൾ വീടുകളിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചെറിയ എന്തെങ്കിലും ബോക്സോ എന്തെങ്കിലും ഒരു സാധനം കിട്ടുമോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ വളരെ നല്ല ഒരു എഫർട്ടായിരിക്കും. നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിന് കുറച്ചുകൂടെ ബെനിഫിറ്റ് കിട്ടും. ഇതാ നമ്മൾ ചെറിയൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. ബോക്സ് വെച്ചതിന് ശേഷം ഒരു ലെഗ് അതിൽ വെക്കുന്നുണ്ട്. ഒരു ലെഗ് വെച്ചതിന് ശേഷം പതുക്കെ സ്ലോയില് 1 2 3 4 5 6 7 8 9 10. ഇത് തന്നെ നമ്മൾ കുറച്ചുകൂടെ സ്പീഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ വളരെ സ്ലോയിൽ ഓരോ ലെഗ് വീതം മാറ്റി മാറ്റി ചെയ്യുക. ചെയ്തതിന് ശേഷം നമുക്ക് ഈ വർക്കൗട്ട് കൃത്യമായി മനസ്സിലായതിന് ശേഷം പതുക്കെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരിക. ഒറ്റയടിക്ക് സ്പീഡ് കൂട്ടിക്കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെഗ് നേരെ വെക്കുക. വെച്ച ശേഷം 1 2 3 4 5 6 7 8 9 10. ഇത് ചെയ്യുന്ന സമയത്തും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യണം. ബ്രീത്ത് പിടിച്ചിട്ട് ഒരിക്കലും ചെയ്യരുത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസ് എന്നോട് 1-2 പേര് ചോദിച്ചിരുന്നു ബ്രീത്ത് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. നമ്മൾ ജമ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് വിട്ടേക്കാം. ബ്രീത്ത് പിടിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. ബ്രീത്ത് ഒരുപാട് നേരം പിടിച്ചു കഴിയുമ്പോൾ നമുക്കത് ഭയങ്കര കാർഡിയക്കും ബുദ്ധിമുട്ട് വരും. പിന്നെ ബിഗിനേഴ്സിന് അധികം കിതപ്പ് വരുന്ന സമയത്ത് ശ്വാസം വലിക്കുക. ഒരു 5 സെക്കൻഡ് ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം പതുക്കെ വായിക്കൂടെ റിലീസ് ചെയ്യുക. അത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും, നല്ലൊരു ഇതായിരിക്കും. കിതപ്പ് വളരെയധികം കാമാവും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കാണിച്ചെന്ന 3 എക്സസൈസുകളും ബിഗിനേഴ്സാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കുറച്ച് സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷം കൂട്ടിക്കൊണ്ടിരിക. ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്യാതെ നിൽക്കരുത്. അത് നമ്മൾ ടൈം ഒരുപാട് നേരം ഫസ്റ്റ് ടൈം തന്നെ ഒരുപാട് നേരം അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ അങ്ങനെ 1 മണിക്കൂറോളം ചെയ്യാൻ നിൽക്കരുത്. പിറ്റേ ദിവസം നല്ല ബോഡി പെയിൻ ഉണ്ടാവും, നമുക്ക് എഴുന്നേക്കാൻ കഴിയില്ല, ഈ എക്സസൈസ് തന്നെ വേണ്ട എന്ന് തോന്നിപ്പോവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് അടുത്ത എക്സസൈസ് നമ്മൾ ബോക്സിൽ കിടക്കുക. കിടന്നതിന് ശേഷം ഒരു കാലം ഫ്രണ്ടിലോട്ട് 1 2 3 4 5 6 7 8 9 10. ഇങ്ങനെ ചെയ്യാം. ഇത് സ്ലോയിൽ ചെയ്യാം. ഇത് നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്തതിന് ശേഷം നമുക്കത് സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യാം. ഫസ്റ്റ് ടൈം ആകുമ്പോൾ അങ്ങനെ ഓരോ കാർഡികളും വളരെ സ്ലോയിൽ ചെയ്യാം. ചെയ്തതിന് ശേഷം ഒന്ന് ഈ വർക്കൗട്ട് പഠിച്ചതിന് ശേഷം മൗണ്ടൻ ക്ലൈംബ് ഈ വർക്കൗട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാനത് കുറച്ച് സ്പീഡിൽ ചെയ്ത് കാണിച്ചു തരാം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും ബിഗിനേഴ്സ് എന്തായാലും കിതപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്ത് ആ കിതപ്പൊന്ന് ഹോൾഡ് ആയതിനു ശേഷം മാത്രം അടുത്ത വർക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക. തുടക്കക്കാരൊക്കെ ഒരുപാട് സ്പീഡ് ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് നമ്മൾ നിൽക്കുക. ഈ ബോക്സ് കാല് വെക്കുക. 1 2 3 4 5 6 7 8 9 10. ഇനി അടുത്ത ലെഗ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ റൈറ്റ് ആണ് ചെയ്താൽ ഇനി ലെഫ്റ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. അപ്പോൾ അങ്ങനെ അതും ഒരു സെറ്റ് ഫിനിഷ് ആയിരിക്കുകയാണ്. നമ്മൾ ഏത് സെറ്റ് ചെയ്യുമ്പോഴും റിപ്പീറ്റേഷൻ 10 കുറയാതെ ചെയ്യുക.
ചെയ്തതിന് ശേഷം കിതപ്പ് മാറിയതിന് ശേഷം അടുത്ത് സെറ്റ് ചെയ്യുക. ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ചുരുങ്ങിയത് 30 എണ്ണമെങ്കിലും ചെയ്യണം. ചെയ്യുമ്പോഴേ നമ്മുടെ മസിൽസ് എടുക്കുകയുള്ളൂ, അതിനൊരു ബോഡിയിൽ എഫക്റ്റ് വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ആ കിതപ്പൊന്ന് ഹോൾഡ് ആയതിനു ശേഷം ഒരു മിനിറ്റോ അങ്ങനെ റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത റിപ്പീറ്റേഷൻ ചെയ്യുക. അത് ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്ത് ചെയ്യുക. ലെഗ് അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. 1 2 3 4 ആ ഒരു ഇത് തന്നെ ചെയ്യുക. ഇനി നെക്സ്റ്റ് അതിലൊരു വർക്കൗട്ട് കൂടെ ഉണ്ട്. ബോക്സ് കണ്ടതിന് ശേഷം റൈറ്റ് ഹാൻഡിൻ്റെ അടുത്തോട്ട് റൈറ്റ് ലെഗ് വരിക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. സൈഡ് റൈറ്റ് ഹാൻഡിലോട്ട് ലെഗ് വരിക, അതേപോലെ റൈറ്റ് ഹാൻഡിലോട്ട് ലെഗ് വരിക. ഈ സമയത്ത് നമ്മുടെ ഈ സൈഡിലുള്ള മസിൽസ് ഗ്രൂപ്പിന് നല്ലൊരു എഫർട്ട് കിട്ടും. അവിടുത്തെ ഫാറ്റ് കട്ടാവും, മസിൽസൊക്കെ ഈ സൈഡൊക്കെ നമുക്ക് നല്ലോണം ഫിറ്റ് ആവും, ബോഡിയെല്ലാം സ്ട്രെങ്ത് ആവും. ഇപ്പോൾ ഞാൻ കാണിച്ചെന്ന എക്സസൈസുകൾ ഒരു 4-5 ഐറ്റം കാണിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഈ ബോക്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു വർക്കൗട്ടോട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. സ്ലോലി കാണിക്കാം. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ലെഗ് 1 2. ഓപ്പോസിറ്റ് ചെയ്യുക. അത് നമുക്ക് എക്സ്പെർട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് സ്പീഡിൽ ചെയ്യാം. ഫസ്റ്റ് ടൈം ആകുമ്പോൾ അത്ര സ്പീഡ് എടുക്കണ്ട, വളരെ സ്ലോലി ചെയ്യുക. ചെയ്ത് നമ്മൾ ഒരാഴ്ചയോ 2 ആഴ്ചയ്ക്കോ ശേഷം നമ്മൾ പതുക്കെ ഇത് കൂട്ടി കൊണ്ടുവന്നാൽ മതി. ഒറ്റയടിക്ക് ചെയ്യാൻ ശ്രമിക്കരുത് ആരും. അതുപോലെ ബ്രീത്ത് ഒരു കാരണവശാലും ബ്രീത്ത് പിടിച്ചു വെച്ചിട്ട് ചെയ്യരുത്. നമ്മൾ വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് സ്ട്രെച്ച് ചെയ്യണം. അതുപോലെ തന്നെ വ്യായാമത്തിന് ശേഷവും പരമാവധി സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക. പ്രത്യേകിച്ച് ലെഗൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. നല്ല പെയിൻ ഉണ്ടാവും. ഇപ്പോൾ ആദ്യം ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല പെയിൻ ഉണ്ടാവും. പെയിനുള്ളവർ എന്ത് ചെയ്യണം? കുറച്ച് ബാമോ എന്തെങ്കിലുമൊക്കെ തേച്ച് കൊടുക്കുക 2-3 ദിവസം. അതങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ബോഡി സെറ്റാവും, പിന്നെ അത് മാറും. ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈം തൊട്ട് ഒന്നേന്ന് ചെയ്യാൻ പോവാണ് വർക്കൗട്ടുകൾ. ഇപ്പം നമ്മൾ ബോക്സിൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഫസ്റ്റ് ടൈം തൊട്ട് ഇപ്പോൾ ചെയ്ത വർക്കൗട്ടുകൾ ഒന്നേ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. Squatted. 1 2 3 4 5 6 7 8 9 10. നെക്സ്റ്റ് അതിൽ തന്നെ ഒരു വർക്കൗട്ടോടെ നമുക്ക് ചെയ്യാം. നേരെ നിൽക്കുക. 1 2 3 4 5 6 7 8 9 10. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ സ്ലോലി ചെയ്യുക. നമ്മളൊന്ന് വർക്കൗട്ടിൻ്റെ ഇതൊക്കെ പഠിച്ചതിന് ശേഷം കുറച്ച് സ്പീഡിൽ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ പ്രൊഫഷണൽ കഴിയുമ്പോൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 1 2 3 4 5 6 അങ്ങനെ ചെയ്യാം. ഈ വർക്കൗട്ടുകൾ ചെയ്യുന്ന സമയത്ത് നേരത്തെ ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. പിന്നെ അതിന് ശേഷം ഭക്ഷണം നിങ്ങൾ എന്തായാലും കഴിച്ച് കുറച്ച് സമയത്തിന് ശേഷം മാത്രം വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ടിനിടയ്ക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ച് വെള്ളം കുടിക്കുക. ഒരുപാട് വെള്ളം കുടിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാതിരിക്കുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽസ് വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ വയർ ക്യാച്ച് ചെയ്യും, അങ്ങനെ ബുദ്ധിമുട്ടുകൾ വരും. ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴും ബ്രീത്ത് ഔട്ട് ചെയ്യുക. അങ്ങനെ ബ്രീത്ത് പിടിച്ചു വെച്ച് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ആഴ്ചയിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചുരുങ്ങിയത് ഒരു 4-5 ദിവസമെങ്കിലും ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ സമയം വളരെ കുറച്ച് ചെയ്യുക. പിന്നെ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ഇതുമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ സമയം കൂട്ടി കൊണ്ടുവരിക. ഒറ്റയടിക്ക് വർക്കൗട്ട് സമയം ഇതേപോലെ കൂട്ടി ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. പിറ്റേ ദിവസം നിങ്ങൾക്ക് മടുപ്പ് വരും, വർക്കൗട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്ത് പോകും. സ്ട്രെച്ച് ചെയ്യുക. ഉറക്കം. വർക്കൗട്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികളും നിർബന്ധമായിട്ട്
ഒരു 7 മണിക്കൂർ 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. 8 മണിക്കൂർ കിട്ടിയില്ലെങ്കിൽ 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കണം, റെസ്റ്റ് എടുക്കണം, ഇതൊക്കെ ചെയ്യുക. ഇത് തീർച്ചയായിട്ടും സ്ഥിരം ഒരേ വർക്കൗട്ട് ഒരേ മെത്തേഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ബോറടിക്കുന്നതൊക്കെ പറയുന്നത് കേൾക്കാം. നമ്മൾ സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്നു, സ്ഥിരമായി ഉറങ്ങുന്നു, സ്ഥിരമായി ജോലി ചെയ്യുന്നു, അതേപോലെ തന്നെ ഇതെല്ലാം ദിനചര്യയിൽ ഉൾപ്പെടുത്തുക. വർക്കൗട്ടുകൾ നമ്മൾ പല വർക്കൗട്ടുകളുണ്ട്, ഒരുപാട് വർക്കൗട്ടുകളുണ്ട്. ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ബിഗിനേഴ്സിന് പറ്റിയ വർക്കൗട്ടുകൾ മാത്രമാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് പറഞ്ഞു തരുന്നത്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എക്സ്പെർട്ട് ആയി കഴിയുമ്പോൾ അതിന് പറ്റിയ വർക്കൗട്ടുകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.